A metal sphere of radius 12 cm is melted and recast into 27 small spheres of equal size. What is the radius of each small sphere? 12 cm ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി തുല്യ വലുപ്പമുള്ള കട്ടിയായ 27 ചെറുഗോളങ്ങൾ ഉണ്ടാക്കി. ചെറുഗോളങ്ങളുടെ ആരം എന്തായിരിക്കും? ഇവിടെ എണ്ണം തന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഒരു വലിയ സ്ഫിയറിൽ നിന്നും ചെറിയ സ്ഫിയറുകൾ ഉണ്ടാക്കി. വലിയ സ്ഫിയർ അഥവാ വലിയ ഗോളത്തിൽ നിന്നും ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കി 27 ഉണ്ടാക്കി. എത്ര ഉണ്ടാക്കി? 27 ഉണ്ടാക്കി. എണ്ണം കാണാൻ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിരുന്നു അല്ലെ? വോളിയം ഓഫ് ലാർജ് സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്മോൾ സ്ഫിയർ. ഇവിടെ വൃത്തസ്തംഭം എന്നാണ് കൊടുത്തിട്ടുള്ളത്, വൃത്തസ്തംഭം എന്നല്ല. വലിയ ഗോളത്തിന്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം അല്ലെ? ഇവിടെ വലിയ ഗോളത്തിന്റെ വ്യാപ്തം വലിയ ഗോളത്തിന്റെ വ്യാപ്തം താഴോ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം. ഇവിടെ എണ്ണം 27 ആണ്. ഗോളത്തിന്റെ വ്യാപ്തം രണ്ടും സെയിം ആണ്, 4/3 πr³ ആണ്. ഈ മേലത്തെ റേഡിയസ് എന്ന് പറയുന്നത് വലിയ റേഡിയസ് ആണ്, താഴത്തെ റേഡിയസ് എന്ന് പറയുന്നത് ചെറുതിന്റെ റേഡിയസ് ആണ്. 4/3 π രണ്ടിടത്തും കോമൺ ആണ്, അത് രണ്ടും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഇവിടെ ഒന്നാമത്തെ റേഡിയസ് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 12³ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ റേഡിയസ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സ്മോൾ സ്ഫിയർ? ചെറുതിന്റെ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് 6 ആയിട്ട് തന്നെ കൊടുത്തു. ഇനി 27 into 12³ എന്ന് പറഞ്ഞാല് 12 into 12 into 12 ആണ്. ഇനി r³ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ 27 r³ ഡിവൈഡ് ആണ്, ഇപ്പുറം വരുമ്പോൾ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ 27 r³ ഈക്വൽ ടു 12 into 12 into 12 എന്ന് വരും. ഇനി ഈ 27 അപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ r³ ഈക്വൽ ടു 12 into 12 into by 27. 27 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിന്റെ ക്യൂബാണ്? 3ന്റെ ക്യൂബാണ് അല്ലെ? 27 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ക്യൂബാണ്? 3യുടെ ക്യൂബാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27നെ നേരെ തിരിച്ച് എഴുതിയാൽ മതിയായിരുന്നു. 27നെ 3 into 3 into 3 എന്ന് എഴുതാം അല്ലെ? 3 into 3 into 3 12/3 4 12/3 4 12/3 4. ഓക്കെ, 27 എങ്ങനെ എഴുതാം? 3 into 3 into 3 12/3 4 അടുത്ത 12/3 4 അടുത്ത 12/3 4. അപ്പൊ നമുക്ക് റേഡിയസ് ഈക്വൽ ടു 4³ ഈക്വൽ ടു r ഈക്വൽ ടു 4 കിട്ടും. ഇതിന് വേറെ രീതിയിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. 12³ എങ്ങനെയാ? 12³ by 27 എന്ന് പറഞ്ഞാൽ 3³ ആണ്. അപ്പോ താഴെ മേലും ക്യൂബ് വരുമ്പോ 12/3 the whole cube എന്ന് വരും. എന്ത് വരും? 12/3 the whole cube എന്ന് വരും. 12/3 the whole cube എന്ന് വരും. രണ്ട് ഭാഗത്തും ക്യൂബ് വരുമ്പോ ആ ക്യൂബുകൾ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ബാക്കി 12/3 4 കിട്ടും. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുക? 4 ആയിരിക്കും കിട്ടുക. ഓക്കെ, എങ്ങനെയാ? ഇവിടെ 27നെ 3³ എന്ന് എഴുതി, താഴെ മേലും ക്യൂബ് വരുമ്പോ 12/3 the whole cube എടുക്കാം. അപ്പൊ രണ്ട് ഭാഗത്തും ക്യൂബ് വന്നല്ലോ. അപ്പൊ ആ ക്യൂബ് ക്യാൻസൽ ചെയ്യാം. ക്യൂബ് ക്യാൻസൽ ചെയ്യുമ്പോൾ r ഈക്വൽ ടു 12/3 എന്ന് കിട്ടും. 12/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. ഇനി അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 27നെ 3 into 3 into 3 എന്ന് എഴുതാം. ഫസ്റ്റത്തെ 12ഉം 3ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അടുത്ത 12ഉം 3ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അടുത്ത 12ഉം 3ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. അപ്പൊ 4ന്റെ ക്യൂബ്, ഇവിടുന്ന് ക്യൂബും എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. then r ഈക്വൽ ടു 4. ഓക്കെ, അപ്പൊ റേഡിയസ് എത്രയാ? 4.